ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർത്തീസ് എജു ടിപ്സ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മണി ബിൽ? ഐഡൻറ്റിഫൈ ദ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് വേർ മണി ബിൽ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ നിങ്ങളോട് എന്താണ് മണി ബിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് പാർലമെൻറ്റ് ഹൗസിലാണ് ഇത് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിലാണ്? ഓൺലി ഇൻ ലോക്സഭ. ലോക്സഭയിൽ മാത്രമാണ് ഇത് അവതരിപ്പിക്കുന്നത്. എന്താണ് ഇനി മണി ബിൽ എന്ന് നോക്കാം. Any bill relating to the collection of revenue or expenditure from the consolidated fund can be termed as money bill. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പകുതിയും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോവാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ഷോവിങ് ദ ചേഞ്ചസ് ഇൻ ടൂൾസ് ഡ്യൂറിങ് സ്റ്റോൺ ഏജ്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റോൺ ഏജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാലിയോളിത്തിക് ഏജിൽ എന്താണ് റഫ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരുന്നത്. എന്താണ് മെസോളിത്തിക് ഏജിൽ ചേഞ്ച്? സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, പക്ഷേ അതിന് എന്തുണ്ടായിരുന്നു? ഷാർപ്പ് പെൻസ് ഉണ്ടായിരുന്നു. അതാണ് അതിലെ ഫീച്ചർ. നിയോളിത്തിക് ഏജിൽ എന്താ? പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്? എങ്ങനെയാണ്? വെൻ റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, മെറ്റാമോർഫിക് റോക്സ് ആർ ഫോംഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോക്സ് ടൈപ്പാണ് മെറ്റാമോർഫിക് എന്ന് പറയുന്നത്. മാർബിളും സ്ലേറ്റുമാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ലോക്സഭ ഫ്രം എമംഗ് ദ ഫോളോവിങ്. ഇതിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഫോം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിയും സിയുമാണ് ആൻസറായിട്ട് വരുന്നത്. സ്പീക്കറാണ് പ്രിസൈഡ് ചെയ്യുന്നത്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, പ്രിസൈഡഡ് ഓവർ ബൈ ദ സ്പീക്കർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ചൈന. പണ്ട് ചൈനയിൽ എക്സിസ്റ്റ് ആയിരുന്ന ആർട്ട് ഓഫ് റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഫീച്ചർ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രഫിക് നോട്ട് ആൽഫബറ്റിക്. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു ആൻ ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എ ബിൽ ടു ബിക്കം എ ലോ. ലോ ആവുന്നതിന് മുൻപ് ബില്ലിൻ്റെ വേരിയസ് സ്റ്റേജസ് കണക്കിലെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 61 ഇത് പറയുന്നത്. അപ്പോൾ ഇതും പഠിച്ചിട്ട് പോവാട്ടോ. സെവൻത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഫോർ സോയിൽ കൺസർവേഷൻ. നമ്മൾ സോയിൽ കൺസർവേഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 4 പോയിൻറ്റ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി 3 പോയിൻറ്റ്സും കൂടി ഞാനവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും പഠിച്ചു പോകുന്നതാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻസ് ഇൻ ഫീൽഡ് ഓഫ് സയൻസ്? സയൻസിൽ ഈജിപ്ഷ്യൻസിന് ഉണ്ടായിട്ടുണ്ടായിരുന്ന അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് സയൻസ് എന്നുള്ള മേഖലയിൽ? അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഈജിപ്ഷ്യൻസ് എന്നുള്ളത് തൊട്ടിട്ട് ഓൺ വാട്ടർ കറൻറ്റ് വരെയാണ് ഈ ഒരു സയൻസിൽ ഇവർ അച്ചീവ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോവാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എർത്താണ്, അതിന് 3 ഭാഗങ്ങളുണ്ട്, ക്രസ്റ്റ്, കോർ. അതിനിടയിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മാൻറ്റിലാണ്. പിന്നെയുള്ളത് ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, 2 ഭാഗമുണ്ട്, കോണ്ടിനെൻ്റലും അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റുമാണ് ആൻസർ വരുന്നത്. പിന്നെ കോറും 2 ടൈപ്സ് ആണ്, ഔട്ടർ കോറും അതുപോലെ തന്നെ ഇന്നർ കോറുമാണ് ആൻസർ വരുന്നത്. പിന്നെയുള്ളത് 10th ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ചാൽക്കോളിത്തിക് സൈറ്റ് ഇൻ തുർക്കി വെർ ദ ആൻഷ്യൻ ഫോം ഓഫ് അർബൻ സെറ്റിൽമെൻറ്റ്സ് എക്സിസ്റ്റഡ്. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സൈറ്റ്. അപ്പോൾ ഏതാണ് തുർക്കിയിലുള്ളത്? ചാദൽ ഹൊയൂക്ക് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള അതേ ഫീച്ചേഴ്സാണ്. അത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ. 11th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസസ് കൺസിഡർഡ് ബൈ ദ സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ട് കൺസിഡർ ചെയ്യുന്ന കേസസ് ഏതൊക്കെയാണ്? അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജുഡറൈസേഷൻ ഓഫ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 പോയിൻറ്റും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇത് പ്രീവിയസ് ആയിട്ടുള്ള കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 12th ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഐറ്റംസ്. ബിയിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എയിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡസ്, ഹാരപ്പൻ സിവിലൈസേഷൻ, ഹ്വാങ്ഹോ ചൈനീസ്, യൂഫ്രട്ടീസ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, നൈൽ നദി എന്ന് പറയുന്നത് ഈജിപ്ഷ്യനാണ്. 13th ക്വസ്റ്റ്യൻ, പാലിയോളിത്തിക് മാൻ അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഇൻ ടെക്നോളജി സബ്സ്റ്റിനേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. 14th, എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ്. ആർട്ട് ഓഫ് റൈറ്റിങ്ങിലും പ്രോഗ്രസ് ഇൻ സയൻസിലും അവർ അച്ചീവ് ചെയ്തിട്ടുള്ള കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്?
ആർട്ട് ഓഫ് റൈറ്റിങ്ങിൽ മെസോപ്പൊട്ടോമിയൻ ഞാൻ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അത്രയും പഠിക്കുക. സയൻസിലാണെങ്കിൽ ഇത് തൊട്ട്, അതായത് ഈ ബ്ലൂ കളറിൽ ബ്രാക്കറ്റ് ഇട്ട് വെച്ച് മുതൽ ദേ അച്ചീവ്ഡ് തൊട്ടിട്ട് സ്ക്വയർ റൂട്ട് വരെ പഠിക്കുക. അതാണ് സയൻസിൽ അവരുടെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 15th ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ്. അപ്പം 3 ടൈപ്പ് വെതറിങ് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഇത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം നിങ്ങൾ ഈ വെതറിങ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ആ 3 വെതറിങ്ങിനും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. 16th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് നിയോളിത്തിക് ഏജ്. അതും നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിൻറ്റ്സ് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിലെ പകുതി ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്